ഹായ് ഓൾ, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 20 ചോദ്യങ്ങളാണ്. ജീവശാസ്ത്രത്തിൽ നിന്നുള്ള മുൻവർഷ ചോദ്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ 20 എക്സ്പെക്റ്റഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഫ്രം ബയോളജിയാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് LDC എക്സാമിനും വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാമിനും ഒക്കെ പ്രയോജനപ്പെടും. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കും ഈ വീഡിയോ കാണാവുന്നതാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ഇതിൻ്റെയൊക്കെ PDF നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ലഭിക്കുന്നതാണ്. അതുപോലെ യൂട്യൂബ് ചാനലായ മൈ നോട്ട് ബുക്കിൻ്റെ ബ്ലോഗാണ് www.bpmohan.com. അവിടെ നിങ്ങൾക്ക് നോട്ട്സ്, സ്റ്റഡി മെറ്റീരിയൽസ്, അതുപോലെ ഗൈഡൻസ് ലഭിക്കുന്നതാണ്. എഞ്ചിനീയറിംഗ് കോമ്പറ്റേറ്റീവ് എക്സാംസിന് തയ്യാറെടുക്കുന്നവർക്ക് EEEMADC എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ വിസിറ്റ് ചെയ്യാം. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇനി നോട്ട്ബുക്ക് ഓഫ് എ പ്രൊഫസർ.blogspot.com എന്ന ബ്ലോഗിൽ ഇതിൻ്റെ നോട്ട്സ് ലഭിക്കുന്നതാണ്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു മിനിറ്റിൽ വൃക്കയിൽ വെച്ച് എത്ര ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് മൂത്രമായി മാറുന്നു? ഒരു മിനിറ്റിൽ വൃക്കയിൽ വെച്ച് എത്ര ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ആണ് മൂത്രമായിട്ട് മാറുന്നത്, യൂറിനായിട്ട് മാറുന്നത്? 1 milliliter ആണ്. ഇത് നേരത്തെ LDC പത്തനംതിട്ടയാന്ന് തോന്നുന്നു ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ. 2017 തോന്നുന്നു ചോദിച്ചത്. തലച്ചോറിനെയും സുഷുമനെയും ആവരണം ചെയ്ത് കാണുന്ന സ്ഥലം ഏതാണ്? തലച്ചോറിനെയും സുഷുമനെയും ആവരണം ചെയ്ത് കാണുന്ന സ്ഥലം ഏതാണ്? മെനിഞ്ചസ് ആണ്, മെനിഞ്ചസ്. അടുത്തത്, കവുങ്ങിനെ ബാധിക്കുന്ന മഹാളി രോഗത്തിന്റെ രോഗകാരി ഏത്? കവുങ്ങിനെ ബാധിക്കുന്ന മഹാളി രോഗം, അതിന്റെ രോഗകാരി ഏതാണ്? ഫംഗസ് ആണ്. ഓക്കെ, കവുങ്ങിനെ ബാധിക്കുന്ന മഹാളി രോഗത്തിന്റെ രോഗകാരി ഫംഗസ് ആണ്. അസ്ഥികളിലെ പ്രധാന ഘടക വസ്തുവായ രാസപദാർത്ഥം ഏതാണ്? അസ്ഥികളിലെ പ്രധാന ഘടകമായ വസ്തുവായ രാസപദാർത്ഥം ഏതാണ്? കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് കേട്ടോ, കാൽസ്യം ഫോസ്ഫേറ്റ്. ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ മെറ്റൽസിന്റെ കോമ്പൗണ്ട്, ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോമ്പൗണ്ട് ഏതാണ്? അസ്ഥികളിലുള്ള കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കാണപ്പെടുന്ന മെറ്റൽ അല്ലെങ്കിൽ ലോഹം എന്ന് പറയുന്നത് ഏതാണ്? കാൽസ്യം ആണ്. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ഓക്സിജൻ ആണ്. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ ആണ്. ഇനി അടുത്ത ചോദ്യം, ഏത് രോഗികളോട് അനുഭാവം പ്രകടിപ്പിക്കാനുള്ള പ്രതീകമായിട്ടാണ് ചുവന്ന റിബൺ ഉപയോഗിക്കുന്നത്? ചുവന്ന റിബൺ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ചുവന്ന റിബൺ ഏത് രോഗികളോട് അനുഭാവം പ്രകടിപ്പിക്കാനുള്ള പ്രതീകമായിട്ടാണ് ചുവന്ന റിബൺ ഉപയോഗിക്കുന്നത്? എയ്ഡ്സ് രോഗികളെ. ശരീരത്തിലെ ഏത് അവയവത്തെയാണ് എക്സിമ ബാധിക്കുന്നത്? എക്സിമ എന്നത് ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? എക്സിമ. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ത്വക്കിനെ ബാധിക്കുന്ന രോഗമാണ് എക്സിമ. സ്വയം പ്രതിരോധ വൈകല്യത്തിന് ഉദാഹരണമാണ് എന്ത്? അലർജി എന്ന് പറയുന്നത്, അലർജി. അടുത്തത്, സിറോഫ്താൽമിയ എന്നാണ് കേട്ടോ ഇവിടെ എഴുതിയേക്കുന്നത്. ഇവിടെ ഒരു O വന്നില്ല. സിറോഫ്താൽമിയ. ഓക്കെ, സിറോഫ്താൽമിയ ഏത് വൈറ്റമിന്റെ അപര്യാപ്തത കൊണ്ട് ഉണ്ടാകുന്ന രോഗമാണ്? സിറോഫ്താൽമിയ എന്ന് പറയുന്നത് വിറ്റാമിൻ എയുടെ അപര്യാപ്തത കൊണ്ട് കണ്ണിനുണ്ടാകുന്ന രോഗമാണ്. കാലിത്തീറ്റ, ജൈവവളം എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കടൽ സസ്യങ്ങൾ ഏതാണ്? കാലിത്തീറ്റ, ജൈവവളം എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കടൽ സസ്യങ്ങൾ ഏതാണ്? ആൽഗകൾ. ഓക്കെ, കാലിത്തീറ്റ, ജൈവവളം എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കടൽ സസ്യങ്ങൾ ഏതാണ്? ആൽഗകൾ. ഓക്കെ, അടുത്തത്, ജീവന്റെ ഉദ്ഭവം എവിടെയായിരുന്നു? സമുദ്രത്തിൽ. ജീവന്റെ ഉദ്ഭവം എവിടെയായിരുന്നു? സമുദ്രത്തിൽ. മനുഷ്യന്റെ അസ്ഥികൂടത്തിൽ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 80 ആണ് മനുഷ്യന്റെ അസ്ഥികൂടത്തിൽ അസ്ഥികളുടെ എണ്ണം വരുന്നത്. ഇതിനകത്ത് വരുന്നുണ്ടല്ലോ, അസ്ഥികൂടം എന്ന് പറഞ്ഞാൽ മൊത്തത്തിലല്ല പറയുന്നത്, ഇതിന്റെ ഇച്ചിരി മിസ്സായി പോയതാണ് കേട്ടോ, സോറി. അക്ഷാസ്ഥികൂടം എന്നുണ്ട് കേട്ടോ. ഇത് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ആണിത്. മനുഷ്യന്റെ അക്ഷാസ്ഥികൂടത്തിൽ നിന്നാണ്. അക്ഷാസ്ഥികൂടത്തിൽ അസ്ഥികളുടെ എണ്ണം എത്രയാണെന്നാണ്. അത് 80 ആണ്. ഓക്കെ, മൊത്തം നമുക്കറിയാം 206 അസ്ഥികളാണുള്ളത് അല്ലെ. ഓക്കെ, അക്ഷാസ്ഥികളുടെ എണ്ണമാണ് എത്ര? 80. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അക്ഷാസ്ഥികൾ എത്ര എണ്ണമാണ്? 80 എണ്ണമാണ്.
മലമ്പനിക്ക് കാരണമായ രോഗകാരി ഏത്? മലമ്പനിക്ക് കാരണമായ രോഗകാരിയാണ് പ്ലാസ്മോഡിയം. ഗോയിറ്റർ എന്ന രോഗം ഏത് ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത്? ഗോയിറ്റർ എന്ന രോഗം ഏത് ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത്? തൈറോയിഡ് ഗ്രന്ഥിയെയാണ് ഗോയിറ്റർ ബാധിക്കുന്നത്. അടുത്ത ചോദ്യം, പേപ്പട്ടി വിഷബാധയ്ക്കെതിരെ വാക്സിൻ വികസിപ്പിച്ചെടുത്തത് ആര്? പേപ്പട്ടി വിഷബാധയ്ക്കെതിരെ വാക്സിൻ വികസിപ്പിച്ചെടുത്തത്, പേപ്പട്ടി വിഷബാധ അല്ലെങ്കിൽ റാബീസിനെതിരെ വാക്സിൻ വികസിപ്പിച്ചെടുത്തത് ആരാണ്? ലൂയി പാസ്റ്റർ ആണ്. ലൂയി പാസ്റ്റർ ആണ് പേപ്പട്ടി വിഷബാധയ്ക്കെതിരെ വാക്സിൻ വികസിപ്പിച്ചെടുത്തത്. ശരിയായ കാഴ്ചശക്തി ലഭിക്കുന്നതിനാവശ്യമായ വൈറ്റമിൻ ഏത്? അപ്പൊ കാഴ്ചശക്തിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ എ ആണ്. മനുഷ്യനെ കണ്ണിന്റെ ലെൻസ് മനുഷ്യന്റെ എന്നാണ് കേട്ടോ. മനുഷ്യന്റെ കണ്ണിലെ ലെൻസിന് പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് കൊണ്ട് ഉണ്ടാകുന്ന രോഗം ഏത്? അതിന്റെ ആൻസർ തിമിരം എന്നാണ്. തിമിരം എങ്ങനെയാണ് വരുന്നത്? അതായത് നമ്മുടെ കണ്ണിലെ ലെൻസിന് പ്രകാശം കടത്തിവിടുവാണെങ്കിൽ അതിനെന്തെന്നാണ് പറയുന്നത്? സുതാര്യമാണെന്നാണ് പറയുന്നത്. ഓക്കെ, സുതാര്യമായ വസ്തുക്കളാണ് പ്രകാശത്തെ കടത്തിവിടുകയുള്ളൂ. ചിലപ്പോഴൊക്കെ എന്തായി മാറും? അത് എന്തായി മാറും? അതാര്യമായി മാറും. അതായത് പ്രകാശത്തെ കടത്തിവിടില്ല. അപ്പൊ എന്ത് സംഭവിക്കും? ഇമേജ് ഫോർമേഷൻ പ്രോപ്പർ ആകില്ല. അപ്പൊ മനുഷ്യന്റെ കണ്ണിലെ ലെൻസിന് പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് കൊണ്ട് ഉണ്ടാകുന്ന രോഗം ഏതാണ്? തിമിരം. അടുത്ത ചോദ്യം, നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മങ്കൊമ്പിലാണ് നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, പാലിൽ ഏറ്റവും അധികം അടങ്ങിയിട്ടുള്ള ഘടകം ഏതാണ്? പാലിൽ. അപ്പൊ അതിൽ പ്രോട്ടീൻ അഥവാ മാംസ്യം, അങ്ങനെ ഒരുപാട് കാർബോഹൈഡ്രേറ്റ് അങ്ങനെയൊക്കെ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പഞ്ചസാര എന്നൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പാലില് ഏറ്റവും അധികം അടങ്ങിയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് വെള്ളം തന്നെയാണ് കേട്ടോ. പാലിൽ ഏറ്റവും അധികം അടങ്ങിയിട്ടുള്ള ഘടകം ഏതാണ്? വെള്ളം. അടുത്ത ചോദ്യം, 1000 ആവശ്യങ്ങൾക്കുള്ള മരം എന്നറിയപ്പെടുന്നത് ഏത് മരമാണ്? 1000 ആവശ്യങ്ങൾക്ക് ഉള്ള മരം എന്നറിയപ്പെടുന്നത് തെങ്ങാണ്. നമുക്കറിയാം, ചെറിയ ക്ലാസ്സിലെ പഠിക്കുന്നതാണ് തെങ്ങ് കൽപ്പകവൃക്ഷം എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ. കൽപ്പകവൃക്ഷമാണ്. തെങ്ങിന്റെ എല്ലാ പാർട്സും തന്നെ ഉപയോഗമുള്ളതാണ്, ഒന്നും തന്നെ കളയാനില്ല അല്ലെ. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് 1000 ആവശ്യങ്ങൾക്കുള്ള മരം എന്ന് തെങ്ങിനെ വിളിക്കുന്നത്. അടുത്ത ചോദ്യം, ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? ശരീരത്തിന്റെ വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ എന്ന് പറഞ്ഞാൽ സൊമാറ്റോട്രോപ്പിൻ എന്നാണ് കേട്ടോ. സൊമാറ്റോട്രോപ്പിൻ എന്നാണ് ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോണിന് പറയുന്ന പേര്. അപ്പം ഇത്രയാണ് ഈ ഒരു 20 ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിന്റെ നോട്ട്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. bbmohan.com എന്ന ബ്ലോഗ് സന്ദർശിക്കാം. എഞ്ചിനീയറിംഗ് കോമ്പറ്റേറ്റീവ് എക്സാംസിന് തയ്യാറെടുക്കുന്നവർക്ക് AAADC എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കാം. notebookofeprosa.blogspot.com അതിൻ്റെ നോട്ട്സുകൾ ലഭിക്കുന്നതാണ്. കൂടാതെ ഡിസ്ക്രിപ്ഷനിൽ എല്ലാ പ്രധാനപ്പെട്ട പ്ലേലിസ്റ്റുകളുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും അതുപോലെ അതിന്റെ പ്ലേലിസ്റ്റ് ആണെങ്കിലും അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ പ്ലേലിസ്റ്റ് ആണെങ്കിലും ലാബ് അസിസ്റ്റന്റ് എക്സാമിന്റെ പ്ലേലിസ്റ്റ് ആണെങ്കിലും ഒക്കെ പ്രയോജനപ്പെടും. അതുകൊണ്ട് ആ ഒരു പ്ലേലിസ്റ്റുകളും കൂടി നോക്കുക. കാരണം നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ ഒന്നോടെ ചെയ്യുന്നതിൽ അർത്ഥമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ പ്ലേലിസ്റ്റുകളിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വീഡിയോസ് കിട്ടും. ഡിസ്ക്രിപ്ഷനിൽ എല്ലാ പ്ലേലിസ്റ്റുകളുടെയും ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്കത് വാച്ച് ചെയ്യാം.